അർജുൻ ആയങ്കിയെ തെരഞ്ഞ് പത്തനംതിട്ടയിൽ CPIM മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട്ടിൽ അർദ്ധരാത്രി പോലീസ് പരിശോധന നടത്തിയതിൽ വിമർശനം. തെളിവില്ലാതെ രാത്രി 12 മണിക്ക് കുട്ടികളടക്കമുള്ള വീട്ടിൽ പോലീസ് കയറിയെന്നാണ് പരാതി. അർജുൻ ആയങ്കിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് CPIM മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിതിൻ കുമാർ പറയുന്നു. അർജുൻ ആയങ്കിയെ ഞാൻ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ പേഴ്സണലായിട്ട് അർജുൻ ആയങ്കിയെ ഒരു പരിചയമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് അർജുൻ ആയങ്കി ഉണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടി, കൺട്രോൾ റൂമിലേക്കാണ് വിളിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒന്ന് വന്നു. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 12:30-ക്ക് തിരുവല്ലയിൽ നിന്നും പെരുമ്പട്ടിയിൽ നിന്നുള്ള പോലീസിന് ഉൾപ്പെടെയായിട്ട് വന്ന് സെർച്ചിങ്ങിന് വന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, വിശദാംശങ്ങൾ. രുചീഷ്, മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിതിൻ കുമാറിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഇത്തരത്തിൽ പോലീസ് എത്തിയത്. നിതിൻ കുമാറിന്റെ വീട്ടിലും പരിശോധന നടത്തി. തൊട്ടടുത്തുള്ള പാർട്ടി അംഗങ്ങളായ ചില ആളുകളുടെ വീടുകളിലും ഇത്തരത്തിൽ പോലീസ് പരിശോധന നടത്തി. ഇവർ പറയുന്നത്, ഈ വീട്ട് ഉടമകൾ പറയുന്നത്, നിതിൻ കുമാർ ഉൾപ്പെടെ പറയുന്നത്, ഇത്തരത്തിൽ അർജുൻ ആയങ്കിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർക്കില്ല. സമൂഹ മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ വാർത്തയിലൂടെയും മാത്രമാണ് ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ഇവർക്ക് അറിയുന്നത്. പക്ഷേ പോലീസിന് വിവരം ലഭിച്ചു, അർജുൻ ആയങ്കി ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് എന്നാണ് ഇവർ പറയുന്നത്. പോലീസും പറയുന്നത് അങ്ങനെയാണ്. ഫോൺ മുഖേന ഒരു വിവരം ലഭിച്ചു, ഇത്തരത്തിൽ നിതിന്റെ വീട്ടിൽ അർജുൻ ആയങ്കി ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊരു വിവരം ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയതെന്ന് അവരും പറയുന്നുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന വീട്ടിലെ കാറുകളടക്കം പരിശോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കാറിലാണ് ഈ അർജുൻ ആയങ്കി ഇവിടേക്ക് എത്തിച്ചതെന്നായിരുന്നു പോലീസ് പറഞ്ഞതെന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. പക്ഷേ ഈ വീട്ടുകാർക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അവർക്കൊന്നും തന്നെ അർജുൻ ആയങ്കിയുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമില്ല എന്നാണ് അവർ പറയുന്നത്. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രാം അടക്കം ഇന്ന് രാവിലെ ഈ വീടുകളിൽ അല്പസമയം മുൻപ് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവര് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇവർ എത്തിയത്, പോലീസുകാർ എത്തിയത്. 8ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. 2 തവണയായി ഇവർ എത്തിയിരുന്നു. ആദ്യം പോലീസ് എത്തിയത് ഒരു 10 മണിയോടുകൂടിയാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ച് പോയി എന്ന് നിതിൻ പറയുന്നുണ്ട്. പിന്നാലെ 12 മണി പിന്നിട്ടതോടുകൂടി പിന്നീട് 8 വാഹനങ്ങളിലായി പോലീസ് എത്തി. കീഴ്വായ്പൂർ, തിരുവല്ല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഇവിടേക്ക് എത്തിയത് എന്നാണ് നിതിൻ പറയുന്നത്. എന്തായാലും ഇവർക്ക് കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ അർജുൻ ആയങ്കിയുമായി ഒരു ബന്ധവുമില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. രുചീഷ്.